ഉള്ള അനുമാനങ്ങൾ കൃത്യമായി പറയാൻ കഴിയില്ല. ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണല്ലോ. അപ്പൊ ഇന്നത്തെ വികാസത്തൊക്കെ പഠിച്ചതിന് ശേഷം ഇങ്ങനെയെല്ലാം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത്. ഞാനീ പറഞ്ഞതിന്റെ ആകത്തുക പല കാര്യങ്ങളിലും ഖുർആൻ പറഞ്ഞതിലേക്ക് ശാസ്ത്രം വന്നിട്ടുണ്ട്, ഇതെല്ലാം വളരെ ശരിയാണ് എന്നുള്ള രൂപത്തിലാണ്. പക്ഷെ ചില കാര്യങ്ങളിലെല്ലാം ശാസ്ത്രം അവിടെ എത്തിയിട്ടില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം മനുഷ്യന്റെ ബുദ്ധി വളരെ പരിമിതമാണ്. ശാസ്ത്രം ഇന്നത്തെ കണ്ടുപിടുത്തം ചിലപ്പോൾ നാളെ പറയും ഇന്ന് കണ്ടുപിടിച്ചത് ശരിയായിരുന്നില്ല എന്ന് തിരുത്തി പറയും. അതുകൊണ്ട് ഇതുകൊണ്ടെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു തആല മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഇന്നും സത്യമായി പുലരുന്നു. കഴിഞ്ഞ ഭൂതകാലത്ത് കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങൾ ഇന്ന് മനുഷ്യൻ അത് ശരിയായിരുന്നു എന്ന് സമ്മതിക്കുന്നു എന്നുള്ളതാണ്. ഇതുകൊണ്ടെല്ലാം തന്നെ നമ്മളുടെ വിശ്വാസം വർദ്ധിക്കുകയും ഈ സുബ്ഹാനക റബ്ബനാ ഫഖിനാ അദാബന്നാർ എന്നുള്ള രൂപത്തിൽ അള്ളാഹുവിനെ കീഴ്പ്പെട്ട് വിനയാന്വിതരാകുകയും ചെയ്യുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത്. നമ്മുടെ ഈ സംസാരം ഒരു സൽക്കർമ്മമായി